നമസ്കാരം. വിഷു ആഘോഷവുമായി മലയാളികൾ. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ശക്തമായ വേനൽ മഴ. കേണിച്ചിറ നടവയൽ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം. 5 വീടുകൾ ഭാഗികമായി തകർന്നു. കോഴി ഫാമിന് മുകളിലെ ഷീറ്റുകൾ തകർന്ന് 3500 കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. കേണിച്ചിറയ്ക്ക് സമീപം ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മരിച്ചത് കേളമംഗലം സ്വദേശി ജിൻസന്റെ ഭാര്യ. ജിൻസൺ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ. കടബാധിതയും ഭാര്യയുടെ അസുഖവും സംഭവത്തിന് പിന്നിലെന്ന് ആത്മഹത്യാക്കുറിപ്പ്. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കി മലയാളികൾക്ക് ഇന്ന് വിഷു. കണി കണ്ടുണർന്നും കൈനീട്ടം നൽകിയും വിഷു ആഘോഷ നിറവിൽ മലയാളികൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷുദിനം ആഘോഷമാക്കി നാട്. ദുരിതം പെയ്തൊഴിഞ്ഞ മണ്ണിൽ കണ്ണീരിന്റെ വിഷു. ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് ഇത്തവണത്തെ വിഷു പുതുജീവിതത്തിന്റെ വഴികളിലെ പ്രതീക്ഷകൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. വിഷുവിശേഷങ്ങൾക്ക് മുൻപായി ഇന്ന് ജില്ലയിൽ നടന്ന 2 പ്രധാന സംഭവങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. ജില്ലയിൽ ശക്തമായ വേനൽ മഴ. കേണിച്ചിറ നടവയൽ ഭാഗങ്ങളിലാണ് വൻ നാശനഷ്ടമുണ്ടായത്. 5 വീടുകൾ ഭാഗികമായി തകർന്നു. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വൈകിട്ട് 6 മണിവരെ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ വേനൽ മഴയിലും കാറ്റിലുമാണ് കേണിച്ചിറ നടവയൽ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായത്. പ്രദേശങ്ങളിലെ 5 വീടുകൾ ഭാഗികമായി തകർന്നു. പത്തിൽ പീടിക തുരുത്തിത്തറ പ്രതാപിന്റെയും സമീപത്തെ ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. ചേലുകുന്ന് പ്രഭയുടെ വീടിന്റെ ഷീറ്റ് മുഴുവൻ നശിച്ചു. നല്ല മഴ, ഭയങ്കരമായ ശക്തമായ കാറ്റ് വന്ന് ഈ ഭാഗത്തുള്ള എല്ലാ മരങ്ങളും മറിഞ്ഞു വീണു. കാണുന്ന തെങ്ങ് വീണു, അല്ല റബ്ബറുകളെല്ലാം മറിഞ്ഞു വീണു. ഒത്തിരി വീടുകളിലേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി കവുങ്ങൾ വീടുകളിലേക്ക് വീണിട്ടുണ്ട്. ഭയങ്കര കാറ്റും മഴയായിരുന്നു. നടവയൽ പുഞ്ചക്കുന്ന് കൂത്തൻപറമ്പിൽ ജോബിഷിന്റെ 10,000 സ്ക്വയർ ഫീറ്റ് കോഴി ഫാമിന്റെ ഷീറ്റുകൾ മുഴുവൻ കനത്ത കാറ്റിൽ പറന്നുപോയി. 3500ഓളം കോഴിക്കുഞ്ഞുങ്ങളും ചത്തു. ഫാമിലെ കോഴിത്തീറ്റയും കനത്ത മഴയിൽ നശിച്ചു. 6 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ശക്തമായ കാറ്റിൽ മരം വീണ് വൈദ്യുതി, കേബിൾ TV, ഇന്റർനെറ്റ് സംവിധാനങ്ങളും താറുമാറായി. മലനാട് ന്യൂസ്, നടവയൽ. വിഷുദിനത്തിലെ ഒരു ദുഃഖകരമായ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കേണിച്ചിറയ്ക്ക് സമീപം ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കേളമംഗലം മാഞ്ചിറയിൽ ജിൽസനാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജിൽസനെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടബാധിതയുള്ളതായും ഭാര്യയുടെ അസുഖം സംബന്ധിച്ച കാര്യങ്ങളും എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചു. കേണിച്ചിറ കേളമംഗലം മാഞ്ചിറയിൽ ജിൻസനാണ് ഭാര്യ ലിഷിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ലിഷയുടെ കഴുത്തിലെ ഷോളും മൊബൈൽ ചാർജറിന്റെ കേബിളും ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിച്ചും കൈഞ്ഞരമ്പ് മുറിച്ചും തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മരിക്കുന്നതിന് തൊട്ടുമുൻപ് സമീപവാസികൾക്കും ബന്ധുക്കൾക്കും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു. തുടർന്ന് സമീപവാസികൾ എത്തിയപ്പോൾ ജിൻസനെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 10 വർഷമായിട്ട് ഞാൻ അറിയുന്ന ഒരു കുടുംബമാണ്. വളരെ നല്ല രീതിയിൽ വളരെ സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബമാണ്. പക്ഷേ പെട്ടെന്ന് ഇതെന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. കടബാധ്യതയാണെന്ന് തന്നെയാണ് വിശ്വാസം, അല്ലാതെ വേറെ ഒരു വിഷയങ്ങളുമില്ല. ഇപ്പോൾ നിലവിൽ ഞാനുള്ള വാർഡിൽ അവർക്ക് കടയും അതുപോലെയൊക്കെ അതൊക്കെ കടത്തിലാണ് എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തികച്ചും സമാധാനപരമായി ജീവിച്ച ഒരു കുടുംബമാണ്. ആരുമായിട്ട് യാതൊരു അലമ്പോ ഒരു വിഷയങ്ങളൊന്നും ഇതുവരെ നമ്മൾ കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഞാൻ എപ്പോഴും ഇടപെടുന്ന ഒരു കുടുംബമായിരുന്നു. 6:30 ഞങ്ങൾ അറിഞ്ഞപ്പോൾ സിന്ധു എന്ന് പറഞ്ഞൊരു കുട്ടി എന്നെ വിളിച്ച് പറയാണ്. അപ്പോൾ ആ വിവരം വരെ അറിയിച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലൊക്കെ ഈ ലിഷ എന്ന് പറഞ്ഞ കുട്ടിക്ക് ജയിലിൽ എടുത്ത വകയിൽ 2 ലക്ഷം കടമുണ്ട്. ജാല അയൽക്കൂട്ടത്തിൽ ഗ്രൂപ്പ് ലോൺ ഒരു 3 ലക്ഷം കടമുണ്ട്. അപ്പോൾ പിന്നെ ഒത്തിരി കടമുണ്ട്. പിന്നെ ഇവർക്ക് സുഖമില്ല എന്നൊക്കെ പറയുന്നു. ആദ്യം ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ജീവിക്കാൻ മാർഗ്ഗമില്ലാത്ത രീതിയിൽ ചെയ്ത. ഒത്തിരി ബാധ്യതയുണ്ട്. അവനും ഉണ്ട് ബാങ്കിൽ കൂടെ കടം. അതെത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. സംഭവത്തിന് തൊട്ടു മുൻപ് ജെൻസൺ 2 മക്കളെയും വീട്ടിൽ പൂട്ടിയിട്ടിരുന്നു. KSFയിലെ കടബാധ്യതയെക്കുറിച്ചും ഭാര്യയുടെ അസുഖത്തെക്കുറിച്ചും ആത്മഹത്യക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. പടിഞ്ഞാറത്ര വാട്ടർ അതോറിറ്റിയിലെ പമ്പിംഗ് ജീവനക്കാരനാണ് ജിൻസൺ. മലനാട് ന്യൂസ്, നടവയൽ.
വിഷു വിശേഷങ്ങളിലേക്കാണ് ഇനി. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആഘോഷിക്കുന്നു. കണിയൊരുക്കിയും സദ്യവട്ടങ്ങൾ ഒരുക്കിയും വിഷുദിനം ആഘോഷമാക്കുകയാണ് മലയാളികൾ. കേരളത്തിൻ്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് വിഷു. മേടപ്പുലരിയിൽ കണ്ണനെ കണി കണ്ടുണരുന്ന ദിനമാണ് വിഷു. കണിവെള്ളരിയും വാൽക്കണ്ണാടിയും കൊന്നപ്പൂക്കളും ചന്തം ചാർത്തുന്ന കൃഷ്ണവിഗ്രഹം കണി കാണുന്നതിനേക്കാൾ വലിയൊരു പുണ്യം ഈ ദിനത്തിലില്ലെന്നതാണ് വിശ്വാസം. പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾ, കായ്ച്ചു നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ, വെള്ളരിക്കയും തണ്ണിമത്തനുമെല്ലാമായി വിളഞ്ഞു നിൽക്കുന്ന വേനൽ പച്ചക്കറികൾ, പാടത്തും പറമ്പിലുമെല്ലാം വിരുന്നെത്തുന്ന വിഷുപക്ഷികൾ. വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ദൃശ്യങ്ങളാണ് ഇവയെല്ലാം. മലയാളിക്ക് വിഷു ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒപ്പം നല്ല നാളെയെക്കുറിച്ചുള്ള സുവർണ പ്രതീക്ഷ കൂടിയാണ് വിഷു സമ്മാനിക്കുന്നത്. വിഷുവിൻ്റെ പ്രാധാന്യം വർഷങ്ങൾ ചെല്ലുന്തോറും കൂടുതൽ വികസിച്ച് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുക. നമുക്കറിയാം, വിഷു എന്ന് പറയുന്നത് തന്നെ തുല്യത എന്നതിൻ്റെ അർത്ഥം. നമ്മുടെ സാംസ്കാരികമായും പൗരാണികപരമായും തന്നെ ധാരാളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സുദിനമാണ് വിഷു. ആദ്യ ദ്രാവിഡ കാലഘട്ടത്തിലെ ആദ്യത്തെ ഒരു മഹോത്സവമായി നമുക്ക് വിഷുവിനെ കാണാൻ കഴിയും. മാത്രവുമല്ല, രാവും പകലും തുല്യമായി വരുന്ന, അതായത് മീനമാസത്തിൽ നിന്ന് മേടമാസത്തിലേക്ക് കടക്കുമ്പോൾ ഗണിതശാസ്ത്രപരമായി അല്ലെങ്കിൽ ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോൾ ഒരു ഭാവത്തിൽ നിന്ന് മറുഭാവത്തേക്ക് സൂര്യൻ മാറുമ്പോൾ അത് തുല്യമായി രാവും പകലും തുല്യമായി ഡിവൈഡ് ചെയ്യുന്ന ഒരു സുദിനമാണ് വിഷു എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, കാർഷിക മേഖലയിൽ വളരെ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാർഷിക ഉത്സവമായി നമുക്ക് വിഷുവിനെ കാണാൻ. കാർഷിക സംസ്കാരവുമായി മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായും ജ്യോതിശാസ്ത്രപരമായൊക്കെ പ്രത്യേകതകളുള്ള ഉത്സവമാണ് വിഷു. തുല്യമായത് എന്നാണ് വിഷു എന്ന വാക്കിനർത്ഥം. രാത്രിയും പകലും തുല്യമായ ദിവസം എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നത്. കണിയൊരുക്കലാണ് വിഷുവുമായി ബന്ധപ്പെട്ട ഓർമ്മകളിൽ പ്രധാന ചടങ്ങുകളിലൊന്ന്. വിളവെടുപ്പ് ഉത്സവം എന്നു പേരുള്ളതുകൊണ്ട് തന്നെ കാർഷിക വിളകൾക്കാണ് കണിയിൽ പ്രാധാന്യം. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുൻപിൽ ഓട്ടുരുളിയിൽ കൊന്നപ്പൂവ്, വെള്ളരിക്ക, ചക്ക, മാങ്ങ, മറ്റു ഫലവർഗ്ഗങ്ങൾ, നാളികേരം, അഷ്ടമംഗല്യം, അരി, പണം, സ്വർണം, കോടിമുണ്ട് എന്നിവയെല്ലാം ഒരുക്കി വെക്കുന്നു. വിളഞ്ഞു പാകമായ മഞ്ഞ നിറത്തിലുള്ള വെള്ളരിക്കയാണ് കണിക്ക് ഉപയോഗിക്കുന്നത്. ചിലയിടങ്ങളിൽ ഇതിന് കണിവെള്ളരി എന്നും പേരുണ്ട്. കണി ഉരുളിയിൽ വാൽക്കണ്ണാടിയും വെക്കണമെന്നാണ് നിഷ്ഠ. വിഷു ദിവസത്തെ ഐശ്വര്യം നിറഞ്ഞ ആദ്യ കാഴ്ച കണിയാവണമെന്നാണ് ആചാരം. കണ്ണടച്ച് കണിക്ക് മുമ്പിലെത്തിയാണ് കണി കാണൽ. കണിയുടെ ഐശ്വര്യവും സമൃദ്ധിയും ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്നതാണ് വിശ്വാസം. കണി കണ്ടു കഴിയുമ്പോൾ വീട്ടിലെ മുതിർന്നയാൾ മറ്റുള്ളവർക്ക് വിഷു കൈനീട്ടം നൽകുന്നു. വിഷു കൈനീട്ടം ഇത്ര മഹത്തരമായ ഉത്കൃഷ്ടമായ ഒരു സമ്പ്രദായം, ഒരു സംസ്കാരം നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക? അത് ഭാരതത്തിലെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കഴിയും. കാർഷിക സംസ്കൃതിയുടെ അടയാളപ്പെടുത്തലായി വീണ്ടും ഒരു വിഷുക്കാലം കൂടി വിരുന്നെത്തുമ്പോൾ ഹൈന്ദവ ഭവനങ്ങൾ സന്തോഷവും ഭക്തിയും നിറയുന്ന ആഘോഷങ്ങൾ കൊണ്ട് സംഗീത സാന്ദ്രമാണ്. ജാതി മതഭേദമന്യേ എല്ലാവരും ഒത്തുകൂടുന്ന നാൾ ആനന്ദ നടനങ്ങളാൽ മനം നിറയ്ക്കുന്ന സുദിനമാണ്. വിഷു ഒരു കാർഷിക ഉത്സവമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. എല്ലാ മലയാളികൾക്കും മലനാട് കുടുംബത്തിന്റെ വിഷു ആശംസകൾ.
ദുരിതം പെയ്തൊഴിഞ്ഞ മണ്ണിലിന്ന് കണ്ണീരിന്റെ വിഷുവാണ് കടന്നുപോകുന്നത്. ഓർമ്മ വച്ച നാൾ മുതൽ സമ്പൽ സമൃദ്ധിയുടെ വിഷു ആഘോഷിച്ച മുണ്ടക്കൈക്കാർ ഒരു പിടി ഓർമ്മകളുമായാണ് കഴിഞ്ഞുകൂടുന്നത്. പുതിയ ജീവിതത്തിന്റെ നാൾവഴികളിലെ പ്രതീക്ഷകളാണ് ഇത്തവണത്തെ വിഷു. സങ്കടത്തിന്റെ നടുവിലും മുണ്ടക്കൈ ക്ഷേത്രത്തിലും കണിയൊരുക്കിയിരുന്നു. കണി കണ്ടുണർന്ന് മുണ്ടക്കൈ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന അർപ്പിക്കാറായിരുന്നു പതിവ്. സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഉത്സവമായ വിഷു കണി കണ്ടുണർന്ന മലയാളികൾക്കിടയിൽ സങ്കടത്തോടെയാണ് മുണ്ടക്കൈക്കാർ കണി കണ്ടത്. എല്ലാം തകർന്ന ജീവിതത്തിന്റെ ഭീകരമായ മുഖം മനസ്സിനെ പിടിച്ചുലയ്ക്കുമ്പോഴും പ്രതീക്ഷയോടെയുള്ള വിഷുപ്പുലരിയെ വരവേൽക്കുകയാണിവർ. കുടുംബങ്ങളെല്ലാം ഒത്തുചേർന്ന് ആഘോഷിക്കപ്പെടേണ്ട ദിവസങ്ങൾ ഉറ്റവരെ നഷ്ടപ്പെട്ട വേദന ഇവരിൽ ഇപ്പോഴുമുണ്ട്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ അമ്മയും അനിയത്തിയും എൻ്റെ കുടുംബങ്ങൾ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം നല്ല ഇനി വിഷു ഉണ്ടാകാന്ന് തന്നെ എൻ്റെ ഓർമ്മയിലുണ്ടാവില്ല. കാരണം അത്ര നല്ല വിഷുവായിട്ടാണ് ഞങ്ങൾ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. കുടുംബടക്കി എല്ലാവരും കൂടി കഴിച്ച്. പക്ഷേ ഈ വർഷം എൻ്റെ അമ്മ, എല്ലാവരും കൂട്ടുകാരന്മാർ, ഞങ്ങളുടെ നാട് എല്ലാം പോയ ശേഷം ഇനി അങ്ങനത്തെ ഒരു വിഷുവിൻ്റെ ഓർമ്മയില്ല. കാർഷിക സമൃദ്ധിയുടെ നാടുകൂടിയായ മുണ്ടക്കൈയിൽ ഇന്ന് അവശേഷിക്കുന്നത് ഉരുളിൻ്റെ ഭീകരമുഖം മാത്രമാണ്. പുതിയ ജീവിതത്തിലേക്കുള്ള പ്രയാണത്തിൽ പ്രതീക്ഷയുടെ പുതിയ പുലരി പ്രത്യാശിച്ചുകൊണ്ടാണ് വിഷുവിനെ ഇവർ വരവേറ്റത്. ഷമീർ നെടുമ്പാല, മലനാട് ന്യൂസ്, മേപ്പാടി. പ്രത്യേക പൂജകളും ക്ഷേത്രങ്ങളിൽ നടന്നു. ഐശ്വര്യത്തിന്റെ വിഷുപ്പുലരിയിൽ ക്ഷേത്ര ദർശനത്തോടെയാണ് ഭൂരിഭാഗം പേരും ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. വീട്ടിൽ നിന്നും കണി കണ്ടുണർന്ന് പുത്തൻ വസ്ത്രമണിഞ്ഞ് നേരെ ക്ഷേത്രങ്ങളിലേക്ക്. ക്ഷേത്രങ്ങളിലും കണിയൊരുക്കിയിരുന്നു. വിഷു കൈനീട്ടവും ഭക്തർക്ക് സമ്മാനിച്ചു. ഈ വർഷത്തെ വിഷു പുലരിയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ വിഷുക്കണി ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്രയും മനോഹരമായ ഒരു വിഷുക്കണി വയനാട്ടിൽ മറ്റു ക്ഷേത്രങ്ങളിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. വിഷുവിനോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ഒരുക്കിയിരുന്നു. കൽപ്പറ്റ ശ്രീ മാരിയമ്മൻ ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം നല്ല തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത്. തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ക്രമീകരണങ്ങളും ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിരുന്നു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. പുതുവർഷപ്പിറവിയിലേക്ക് കണിയൊരുക്കി കാത്തിരുന്നവർക്കായി വിഷുപ്പുലരി പിറന്നു. നാടും നഗരവുമെല്ലാം ആഘോഷത്തിമിർപ്പിൽ. എന്നാൽ കണ്ണനോടൊപ്പം കണിയൊരുക്കാൻ കണിക്കൊന്നയ്ക്കായി നെട്ടോട്ടമാടുകയായിരുന്നു ഇത്തവണ മലയാളികൾ. കൊന്നയില്ലാതെ എങ്ങനെ വിഷു ആഘോഷിക്കും? കാലം തെറ്റിപ്പൂത്ത കൊന്നയാണ് ഇത്തവണ പ്രതിസന്ധി തീർത്തത്. പട്ടണങ്ങളിൽ കണിയൊരുക്കാൻ കണിക്കൊന്ന വാങ്ങുകയാണ് പതിവ്. നാട്ടിൻപുറങ്ങളിൽ വിഷുക്കാലത്ത് എന്നും സുലഭമായിരുന്നു കണിക്കൊന്ന. മാറിയ കാലാവസ്ഥയിൽ കൊന്നയും ചതിച്ചതോടെ വിഷമത്തിലായിരിക്കുകയാണ് വയനാട്ടുകാർ. ഇത്തവണ ഫെബ്രുവരി മാസത്തിൽ തന്നെ കൊന്നമരങ്ങൾ സ്വർണ്ണവർണ്ണത്തിൽ കണ്ണിന് കുളിർമയേകി ആവശ്യത്തിലേറെ പൂത്തെങ്കിലും ഇതോടകം തന്നെ എല്ലാം നശിച്ചു. ചിലയിടങ്ങളിൽ മാത്രമാണ് കൊന്നപ്പൂക്കൾ വാടാതെ അവശേഷിക്കുന്നത്. അവിടങ്ങളിൽ നിന്നും കണിക്കൊന്ന ശേഖരിച്ചാണ് സാധാരണക്കാരായവരുടെ ഇത്തവണത്തെ വിഷുക്കണി. പണ്ട് കാലങ്ങളില് നമുക്ക് കൊന്ന കിട്ടുമായിരുന്നു. വിഷുവിനോടുള്ള ടൈമിനാണ് കൊന്ന പൂക്കാറ്. ഇപ്പൊ കാലാവസ്ഥേന്റെ ഒരു ചേഞ്ച് കൊണ്ടാണെന്ന് തോന്നുന്നു കൊന്നയൊക്കെ നേരത്തെ പൂത്തു പോവുകയാണ്. കിട്ടാനൊരു വഴിയില്ല. നമ്മളിപ്പോ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഉണ്ണിക്കണ്ണനും പുതുവസ്ത്രങ്ങളും സദ്യവട്ടത്തിനുള്ള സാധനങ്ങളും എല്ലാം മാർക്കറ്റിൽ സുലഭമായപ്പോൾ പുതുവർഷത്തിലെ ഐശ്വര്യ തുടക്കത്തിന് കണിക്കൊന്നയ്ക്കായി അലയേണ്ടതായി വന്നെന്ന് വീട്ടമ്മമാരുൾപ്പെടെ പറയുന്നു. വരും നാളുകളിൽ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പം കൂടിയായ കണിക്കൊന്നയ്ക്കും ഇതര സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണിപ്പോൾ നാട്ടുകാർ. മലനാട് ന്യൂസ്, മീനങ്ങാടി. ഇത്തവണയും വിഷുവിപണി കൈയടക്കി ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂക്കൾ. മുൻ വർഷത്തെ പോലെ ഇത്തവണയും വിവിധ നിറങ്ങളിലുള്ള ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂക്കൾ വിപണിയിൽ സജീവമായിരുന്നു. 25 മുതൽ 40 രൂപ വരെയാണ് ഇത്തരം കൊന്നപ്പൂക്കളുടെ വില. ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂക്കൾ കണ്ടാൽ സാധാരണ കൊന്നപ്പൂക്കളുമായി യാതൊരു വ്യത്യാസവുമില്ല. അടുത്തെത്തി നോക്കിയാൽ മാത്രമേ വ്യത്യാസം മനസ്സിലാകൂ. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കൊന്നപ്പൂക്കൾ സുലഭമാണെങ്കിലും ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വീടും പരിസരവും അലങ്കരിച്ചാൽ ഏറെ നാൾ നിലനിൽക്കുമെന്നതിനാൽ തന്നെ ആവശ്യക്കാർ ഏറെയും ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂക്കൾക്കാണ്. കണിക്കൊന്നകൾ പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ പല വിധത്തിലുള്ള നിറങ്ങളുണ്ട്. മഞ്ഞ, ചുവപ്പ്, നീല, ലാവൻഡർ അങ്ങനെയുള്ള പല സൈസും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ച് ഇപ്രാവശ്യം കണിക്കൊന്നകൾ കണ്ടമാനം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. കണ്ടമാനം ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട്.
ആവശ്യക്കാർ ഇഷ്ടം പോലെയാണ് ഇതിനെ പിടിച്ചു പറയുക അവിടെ. മഞ്ഞ, ചുവപ്പ്, നീല അടക്കമുള്ള വിവിധ നിറങ്ങളിലുള്ള ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂക്കളാണ് വിപണി കീഴടക്കിയിരിക്കുന്നത്. ചൈനയിൽ നിന്നുൾപ്പെടെയാണ് ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂക്കൾ കേരളത്തിലേക്ക് എത്തുന്നത്. സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അലങ്കരിക്കുവാൻ പ്രധാനമായും ഉപയോഗിക്കുന്നതും ഇത്തരം കൊന്നപ്പൂക്കളാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മികച്ച കച്ചവടം നടന്നതായി വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വനമേഖലയിൽ വ്യാപകമായ രീതിയിൽ കൊന്നപ്പൂക്കൾ പൂത്തിരുന്നു. പക്ഷേ കാലം തെറ്റിയാണ് പൂത്തത് എന്നതും മറ്റൊരു വസ്തുതയാണ്. മലമൽ ലതീഷിൻ്റെയും ബിജിതയുടെയും ഇളയ മകൾ വൈഗാലക്ഷ്മിയാണ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത്. വൈഗയുടെ പ്രയാണത്തിൻ്റെ കഥയറിയാം. ഹൈന്ദവ ശക്തി വിശ്വാസപ്രകാരം തുടങ്ങിയത്. ആ ഒരു ഭക്തിയുടെ ഒരു മാർഗത്തിലൂടെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോവുകയും അവിടെ നിന്നൊക്കെ ലളിതാ സഹസ്രനാമം ആലപിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നാമജപം നടത്തി അവർക്ക് ധൈര്യമായി. അപ്പോൾ അവൾ തന്നെ 19 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ കളരിയിൽ, ഞങ്ങൾ കളരി പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ കണ്ണൂർ വെച്ചിട്ട് കളരിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അത് റെക്കോർഡ് ഷൂട്ട് ചെയ്തതും. അവൾ 19 മിനിറ്റ് കൊണ്ട് തന്നെ ഒറ്റ ടേക്കിൽ തന്നെ അത് ചെയ്തത്. ന്യൂസ് 24 മാനേജിംഗ് ഡയറക്ടർ ശ്രീകണ്ഠൻ നായർ സുൽത്താൻ ബത്തേരിയിലെ ഹാപ്പിനെസ് ഫെസ്റ്റ് കാർണിവൽ ഗ്രൗണ്ട് സന്ദർശിച്ചു. അരുത് അക്രമം, അരുത് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി അദ്ദേഹം നടത്തുന്ന ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി സുൽത്താൻ ബത്തേരിയിൽ എത്തിയപ്പോഴാണ് സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലെ കാർണിവൽ സന്ദർശിച്ചത്. ലഹരി വിൽപ്പനക്കാർ കേരളം വിട്ടുപോകണമെന്നും SKN. ഇന്ന് രാവിലെ 9:30ഓടെയാണ് ആർ ശ്രീകണ്ഠൻ നായർ സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന കാർണിവൽ ഗ്രൗണ്ടിലേക്ക് എത്തിയത്. അരുത് അക്രമം, അരുത് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി ന്യൂസ് 24 മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി സുൽത്താൻ ബത്തേരിയിൽ എത്തിയപ്പോഴായിരുന്നു നഗരസഭയും ടൗൺ ലയൺസ് ക്ലബ്ബും സംയുക്തമായി ഒരുക്കിയ കാർണിവൽ ഗ്രൗണ്ട് സന്ദർശിച്ചത്. എല്ലാവർക്കും വിശ്വാസംസകൾ. ടൗൺ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. 100 കണക്കിന് ആളുകളും യാത്രയ്ക്ക് പിന്തുണ അറിയിച്ച് കാർണിവൽ ഗ്രൗണ്ടിലേക്ക് എത്തിയിരുന്നു. ആർ ശ്രീകണ്ഠൻ നായർക്കൊപ്പം ന്യൂസ് 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമും യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. MDMA അടക്കമുള്ള രാസലഹരി വിൽപ്പനക്കാർ കേരളം വിട്ടുപോകണമെന്നും അവർക്ക് വളരാനുള്ള മണ്ണല്ല കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരൊറ്റ MDMA വിൽപ്പനക്കാരനും കേരളത്തിൽ ഉണ്ടാകരുത്. എല്ലാ MDMA-കാരനും കേരളം വിട്ടു പോകണം. MDMA-കാരനും രാസലഹരിക്കാരനും വേര് പിടിക്കാനുള്ള മണ്ണല്ല കേരളമെന്ന് നമ്മളെല്ലാവരും 1 ലക്ഷം ആളുകൾ ഒരേ ശക്തിയോടെ വിളിച്ചു പറയും. കടലാണോ നമ്മളാണോ കരുത്തരം തെളിയിക്കുന്ന രീതിയിലുള്ള ആവേശം നിറഞ്ഞ ഒരു മഹാസമ്മേളനം നടക്കും. അത്യാവശ്യം പൈസ ചെലവാക്കിയാലും ഇത് നിങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരെയും കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുന്നു. സ്വീകരണ പരിപാടിക്ക് സുൽത്താൻ ബത്തേരി ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സാജൻ ബത്തേരി, മുൻ പ്രസിഡന്റും സോൺ ചെയർപേഴ്സണുമായ PJ ഗിരീഷ് കുമാർ, ഭാരവാഹികളായ മാത്യു, ലിജോ, പ്രതീഷ്, വർഗീസ്, ഷനോജ്, ബിജു, സൂര്യ എന്നിവർ നേതൃത്വം നൽകി.
മലനാട് ന്യൂസ് ബത്തേരി. ഇനി ബിസിനസ് മലനാട്. നിങ്ങളുടെ അവകാശമാണ് സൗന്ദര്യം. ആ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ സദാസമയവും സന്നദ്ധരായിരിക്കുകയാണ് മീനങ്ങാടിയിലെ ബ്ലൈസ് സലൂൺ. പ്രായഭേദമന്യേ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നിറം പകരുന്ന ബ്ലൈസ് ഫാമിലി സലൂണിനെ പിൻബലമായ ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് നന്ദി അർപ്പിക്കുകയാണ് ടീം ബ്ലൈസ് മാനേജ്മെന്റ്. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം. ഏതു സമയവും മുഖം പ്രസരിപ്പോടെ നിലനിർത്തണം. അത് ഏതൊരാളുടെയും വ്യക്തിത്വത്തിന്റെ വിലയിരുത്തൽ കൂടിയാകും. ഇവിടെ കുറഞ്ഞ ചെലവിൽ പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിൽ ഏതൊരാളുടെയും സൗന്ദര്യസങ്കല്പങ്ങൾക്ക് ജീവനേകുകയാണ് മീനങ്ങാടിയിലെ ബ്ലൈസ് സലൂൺ. ഹെയർ കട്ടിംഗ്, ഷേവിംഗ്, സ്റ്റൈൽ കട്ട്, ക്ലീനപ്പ്, ഹൈഡ്രോഫേഷ്യൽ, പെഡിക്യൂർ, മാനിക്യൂർ, ത്രെഡിംഗ്, ബ്ലീച്ചിംഗ്, സ്മൂത്തനിംഗ്, ബോട്ടക്സ്, കരോട്ടിൻ തുടങ്ങി മുഴുവൻ സേവനങ്ങളും സാധാരണക്കാർക്കടക്കം പ്രാപ്യമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു എന്നതാണ് ബ്ലൈസിന്റെ പ്രത്യേകത. അത്യാധുനിക സാങ്കേതികവിദ്യയിൽ ഉപഭോക്താക്കളുടെ മനംനിറച്ച് ആവശ്യപ്പെടുന്ന മോഡലിലുള്ള ഹെയർ കട്ടിങ്ങും അനുബന്ധ സേവനങ്ങളും നൽകുന്ന മീനങ്ങാടിയിലെ ആദ്യത്തെ പ്രീമിയം ഫാമിലി സലൂണിൽ സ്ഥിരം ഉപഭോക്താക്കൾക്കായി ഫ്രീ ഡിസ്കൗണ്ട് കാർഡും നൽകി വരുന്നുണ്ട്. വധുവരന്മാരെ ഒരുക്കുന്നതിനായി പ്രത്യേക പരിശീലനം നൽകിയ സ്റ്റാഫുകൾ, സമയപരിധിയില്ലാതെ വീട്ടിൽ വന്നും സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം എല്ലാം മീനങ്ങാടി ബ്ലൈസിന്റെ മാത്രം പ്രത്യേകതയാണ്. PPM ഹോസ്പിറ്റലിന് സമീപം ജേക്കബ് ആർക്കേഡിൽ ആകർഷകമായ ആംബിയൻസിൽ പ്രവർത്തിക്കുന്ന ബ്ലൈസ് ഫാമിലി സലൂൺ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം വർഷത്തിൽ 365 ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നു. തങ്ങളുടെ വളർച്ചയിൽ പിൻബലമായ ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഹൃദയം കൊണ്ട് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തുടർന്നും ഏവരുടെയും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയാണ് ടീം ബ്ലൈസ് മാനേജ്മെന്റും സ്റ്റാഫുകളും. മലനാട് ന്യൂസ്, മീനങ്ങാടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ റാണി വർഗീസ് ചേരും. നമസ്കാരം.